empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രിഷില്ല പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, പഴയ നിയമത്തിൽ നമ്മൾ കടന്നു വരുന്ന ഒരു പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം. ആ ജെറുസലേം ദേവാലയത്തെയും ജെറുസലേം നഗരത്തെയും ഒക്കെ ആ ഒരു നാശം കണ്ട് അതിനെ ഓർത്ത് ദുഃഖിക്കുന്ന, അന്നേരത്തെ ജനങ്ങളുടെ കഷ്ടതയെ ഓർത്ത്, അവർ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ ഓർത്ത് വിലപിക്കുന്ന ഗാനമാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. ആ വലിയ കഷ്ടപ്പാടിന്റെയും ദുരിതത്തിന്റെയും ഇടയിൽ അതെഴുതിയ രചയിതാവ് പറയുകയാണ്, തന്നെ പിടിച്ചു നിർത്തുന്ന, തന്റെ ജനത്തെ പിടിച്ചു നിർത്തുന്ന ഒരേ ഒരു കാര്യമാണുള്ളത്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം തിരുവാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ആ വലിയ കൊടും ക്രൂരതയുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോൾ, കഷ്ടപ്പാടിലൂടെ നടന്നു നീങ്ങുമ്പോഴും ആ രചയിതാവ് ഏറ്റു പറയുന്നത് കർത്താവിന്റെ സ്നേഹത്തിന്റെ ആ ഒരു മഹിമയാണ്, കർത്താവിന്റെ കാരുണ്യത്തിന്റെ അനന്തതയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ലോത്തിന്റെ ഭാര്യ, അവളുടെ ജീവിതത്തിൽ എത്രമാത്രം കർത്താവ് കരുണ കാണിച്ചു, എത്രയേറെ മുന്നറിയിപ്പുകൾ, താക്കീതുകൾ അവൾക്ക് ലഭിച്ചു. അവളെയും കുടുംബത്തെയും ലോത്തിനെയും അവന്റെ ഭാര്യയെയും 2 പെൺമക്കളെയും ആ ഒരു തിന്മയിൽ നിന്ന് കടത്തിക്കൊണ്ടുവരാൻ ദൂതന്മാർ ആ ഭവനത്തിലേക്ക് വരുന്നുണ്ട്. കർത്താവിന്റെ കരുണയുടെ വിവിധങ്ങളായ തലങ്ങൾ നമ്മൾ അവിടെ കാണുന്നുണ്ട്. എന്നാൽ അതെല്ലാം വേണ്ടെന്ന് വെച്ച് അവളുടെ ജീവിതത്തിൽ വന്ന ഒരു പരാജയം, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കർത്താവിന്റെ വചനം പറയുകയാണ്, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാം ആയിരിക്കുന്ന ജീവിത അവസ്ഥകൾ, സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മോട് സുവിശേഷം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്: എന്ത് തന്നെ പ്രശ്നം വന്നാലും അവിടെ നിന്നെ പിടിച്ചു നിർത്താൻ കർത്താവിന്റെ സ്നേഹത്തിന്, അവിടുത്തെ അവസാനിക്കാത്ത കാരുണ്യത്തിന് കഴിയുമെന്ന്. ഈ ഒരു വചനത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ എല്ലാം കർത്താവിന്റെ ആ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് തന്റെ വചനത്തിലൂടെ നമ്മോട് പറയുന്ന കാര്യങ്ങൾ, തന്റെ കരുണയിൽ, തന്റെ സ്നേഹത്തിൽ നമ്മെ അറിയിക്കുന്ന കാര്യങ്ങൾ, അത് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുവാനുള്ള കൃപയ്ക്കായി, അതനുസരിച്ച് ജീവിതങ്ങളിൽ മാറ്റം വരുത്തുവാനുള്ള ഒരു അഭിഷേകത്തിനായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നാം ആയിരിക്കുന്നിടത്തിരുന്ന് കർത്താവിനോട് ചേർന്ന് നമുക്ക് അവിടുത്തെ ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഏറ്റു പറയുന്നു. തെറ്റ് ചെയ്താലും, എന്ത് തന്നെ പ്രതിസന്ധികളെ നേരിടുമ്പോഴും ഒക്കെ അങ്ങയുടെ സ്നേഹം ഞങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്നു. കർത്താവേ, അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. Deep love of Jesus.
ഞങ്ങളെ ചുറ്റി നിൽക്കുന്ന, ഞങ്ങളെ വലയം ചെയ്ത് നിൽക്കുന്ന അങ്ങയുടെ കരുണയെ ഓർത്ത്, അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത്, ഒരിക്കലും അസ്തമിക്കാത്ത അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത്, മാറ്റം വരാത്ത അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ഒരിക്കലും അസ്തമിക്കാത്ത ദൈവസ്നേഹത്തിൽ അഭയം പ്രാപിച്ച് അതിൽ ആശ്രയം കണ്ടെത്തി ജീവിതത്തെ മുന്നോട്ട് നയിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു കൃപ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുവാനായിട്ട്, വ്യാപരിക്കുവാനായിട്ട് അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഔസേപ്പിതാവേ, തിരുക്കുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളും കർത്താവിന്റെ സ്നേഹത്തിൽ വേരുപാകിയവരായി മാറുവാൻ ഔസേപ്പിതാവേ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ലോത്തിന്റെ ഭാര്യയെക്കുറിച്ചായിരുന്നു. അതിനോട് ചേർന്ന് തന്നെ ലോത്തിന്റെ 2 പെൺമക്കളെ കുറിച്ച് കർത്താവിന്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ 2 പെൺമക്കളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാനും പഠിക്കുവാനുമായി പോകുന്നത്. അത്ര സുഖമുള്ള കഥയല്ല ഈ 2 പെൺകുഞ്ഞുങ്ങൾ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുക. വളരെ വിഷമം തോന്നുന്ന ദയനീയമായ ഒരു ജീവിതത്തിലേക്കാണ് ആ 2 പെൺകുഞ്ഞുങ്ങളും കടന്നു പോകുന്നത്. നമുക്ക് തിരുവചനത്തിലേക്ക് വരാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ പഠിച്ചു നിർത്തിയ ഭാഗത്ത് നിന്ന് നമുക്കൊരു വചനം ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം, അവിടെ 15-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രവിക്കാം. നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഭാര്യയെയും പെൺമക്കൾ 2 പേരെയും കൂട്ടി വേഗം പുറപ്പെടുക, അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും. ഇവിടെ നമ്മൾ കണ്ടു, ലോത്തിന്റെ കുടുംബത്തെ രക്ഷിക്കുവാനായി കർത്താവ് കരുണയാൽ നിറഞ്ഞ് 2 ദൂതന്മാരെ അവരുടെ ഭവനത്തിലേക്ക് കടത്തി വിടുന്നുണ്ട്. അവരുടെ മുന്നറിയിപ്പ് പ്രകാരം അവർ അനുസരിക്കുന്നില്ലെങ്കിലും ലോത്തിനെയും ആ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ലോത്തിന്റെ ഭാര്യ, 2 പെൺമക്കൾ, ഇവരെ എല്ലാവരെയും ആ ദൂതന്മാർ ആ ഭവനത്തിൽ നിന്ന് വലിച്ചു പുറത്തു കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കണ്ടു. ഈ മുന്നറിയിപ്പ്, ഇപ്പോൾ നമ്മൾ കേട്ട മുന്നറിയിപ്പ് ഒന്നും അവർ സ്വീകരിക്കുന്നില്ല. അവർക്ക് സ്വതം വിട്ടു പോകാൻ വലിയ മനസ്സൊന്നുമില്ല. എങ്കിലും വരാൻ പോകുന്ന നാശത്തെ ഓർത്ത് കർത്താവിന്റെ കൽപ്പന പ്രകാരം ആ ദൂതന്മാർ അവരെ നഗരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവന്നിട്ട് ദൂതന്മാർ നൽകിയ ഒരു നിർദ്ദേശമായിരുന്നു മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടാനായിട്ട്. അവിടെയും ലോത്ത് തന്റെ ന്യായവുമായി കടന്നു വരികയാണ്. മലമുകളിലേക്ക് ഓടിപ്പോകാൻ ഒത്തിരിയേറെ ദൂരമുള്ളത് കൊണ്ട് തൊട്ടടുത്ത് കാണുന്ന ഒരു ചെറിയ പട്ടണം, ആ പട്ടണത്തിലേക്ക് പോകാൻ അനുവദിക്കണമെന്ന് ദൂതന്മാർ അതിന്റെ ഉത്തരം നൽകുന്നത് നമുക്ക് 21-ാം തിരുവാക്യത്തിൽ കാണാൻ സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം, അവിടെ 21-ാം തിരുവാക്യം. അവൻ പറഞ്ഞു, ശരി, അക്കാര്യവും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നീ പറഞ്ഞ പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല. വേഗമാവട്ടെ, അങ്ങോട്ട് ഓടി രക്ഷപ്പെടുക. ഇങ്ങനെ ലോത്തിന്റെ ആ ഒരു റിക്വസ്റ്റ് അതും ആ ദൂതൻ അനുസരിക്കുകയാണ്. അതാണ് നമ്മൾ വായിച്ചു കേട്ടത്. അങ്ങനെ ദൂതൻ പറഞ്ഞതനുസരിച്ച് അവർ ആ കണ്ട ചെറിയ പട്ടണത്തിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. ആ പട്ടണത്തിന് സോവാർ എന്നാണ് പേരിടുന്നത്. ചെറിയ പട്ടണം എന്ന നിലയ്ക്ക് ആ പട്ടണത്തെ സോവാർ എന്ന് വിളിക്കുകയായിരുന്നു. തുടർന്ന് നമുക്ക് 19-ാം അധ്യായത്തിൽ തന്നെ 30-ാം തിരുവാക്യത്തിലേക്ക് കടന്നു വരാം. സോവാറിൽ പാർക്കാൻ ലോത്തിന് ഭയമായിരുന്നു. അതുകൊണ്ട് അവൻ തന്റെ 2 പെൺമക്കളോടും കൂടെ അവിടെ നിന്ന് പുറത്തു കടന്ന് മലയിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ പാർത്തു. തുടർന്ന് 31-ാം വാക്യത്തിൽ എന്താ തിരുവചനം പറയുന്നത്? മൂത്തവൾ ഇളയവളോട് പറഞ്ഞു, നമ്മുടെ പിതാവിന് പ്രായമായി. ലോകനടപ്പനുസരിച്ച് നമ്മോട് സംഗമിക്കുവാൻ ഭൂമിയിൽ വേറൊരു പുരുഷനുമില്ല. ഇവിടെ ലോത്തിന്റെ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ചാണ് തിരുവചനം പറയുന്നത്. കർത്താവിന്റെ ദൂതൻ നൽകിയ നിർദ്ദേശം അനുസരിച്ച് അവർ ആ ദേശത്ത് നിന്ന്, സോതോമിൽ നിന്ന് ഓടിപ്പോകുന്ന വഴിക്ക് നമുക്കറിയാം
ലോത്തിന്റെ ഭാര്യ പിന്തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവൾ ഒരു ഉപ്പു തൂണായി തീരുന്നുണ്ട്. തുടർന്ന് ഇതൊക്കെ കഴിഞ്ഞ് അവർ സോവാറിലേക്ക് പോകാൻ ഭയമാവുകയാണ്. അതുകൊണ്ട് ലോത്ത് അവിടെ മലയിൽ ഒരു കുഞ്ഞു ഗുഹയ്ക്കുള്ളിൽ ലോത്തും തന്റെ 2 പെൺമക്കളും താമസിക്കുകയാണ്. തിരുവചനം നമ്മൾ കേട്ടു. ആ ഒരു താമസത്തിൽ ലോത്തിന്റെ 2 പെൺമക്കൾക്ക് തങ്ങളുടെ ഭാവിയെ കുറിച്ച് വലിയ വ്യഗ്രത കടന്നുകൂടുകയാണ്. തങ്ങളുടെ ഭാവി എന്താകും, തങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതം എന്താകും, തങ്ങളുടെ തലമുറ എന്തായിത്തീരും, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ചിന്തകളാൽ ആകുലരായി തീരുകയാണ് ലോത്തിന്റെ 2 പെൺകുഞ്ഞുങ്ങളും. എന്നിട്ട് അവർ സ്വയം അതിനൊരു സൊല്യൂഷനും കണ്ടെത്തുകയാണ്. അവരുടെ അപ്പനിൽ നിന്ന് തന്നെ തങ്ങൾക്ക് മക്കളെ സ്വീകരിക്കുവാൻ വരെ അവർ അധപ്പതിച്ചു പോവുകയാണ്. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് 36-ാം തിരുവാക്യത്തിൽ കർത്താവിന്റെ വചനം ആ ഒരു പ്ലാനിങ്ങിന്റെ റിസൾട്ട് എന്തായി എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ലോത്തിന്റെ 2 പുത്രിമാരും തങ്ങളുടെ പിതാവിൽ നിന്ന് ഗർഭിണികളായി. എന്റെ പ്രിയ സഹോദരങ്ങളെ, വലിയ ഒരു അധപതനത്തിലേക്ക് ആ കുടുംബം കടന്നു പോവുകയാണ്. കർത്താവിന്റെ ഹിതത്തിൽ നിന്ന് അവർ വഴി മാറിയപ്പോൾ ആ കുടുംബം വലിയൊരു തകർച്ചയിലേക്ക് കടന്നു പോവുകയാണ്. സ്വയം പ്ലാൻ ചെയ്ത് തങ്ങളുടെ പ്രശ്നങ്ങളെ സ്വയം പരിഹരിക്കുവാനായിട്ട് വലിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്ത് തങ്ങളുടെ തന്നെ നാശത്തിലേക്ക് അവർ കടന്നു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് ചരിത്രം നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഇവിടെ ഈ ലോത്തിന്റെ 2 പുത്രിമാരുടെ ഈ ഒരു പ്രവർത്തനം, ആ ഒരു പ്രവർത്തനത്തിൽ നിന്ന് നാം ഓരോരുത്തരോടും കർത്താവിന്റെ ആത്മാവ് എന്താണ് പറയുന്നത് എന്നാ നമ്മൾ ചിന്തിക്കുന്നത്. ലോത്തിന്റെ ആ 2 മക്കൾ അവർക്ക് എങ്ങനെയാണ് ഇപ്രകാരം ഒരു താഴ്ചയിലേക്ക്, ആത്മീയ അധപതനത്തിലേക്ക് എത്തുവാൻ സാധിച്ചത്? അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ലോത്തിന്റെ ആ 2 പെൺകുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് ഇതുപോലെ ഒരു ചിന്താഗതി കടന്നു കൂടിയതെന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മൾ വായിച്ചു കേട്ടു, തുടക്കത്തിൽ 30-ാം വാക്യത്തിൽ തന്നെ ലോത്ത് ഒരപ്പൻ എന്ന നിലയിൽ അവൻ തന്റെ ആ ഉത്തരവാദിത്വത്തിൽ വന്ന വീഴ്ച എന്തായിരുന്നുവെന്ന്, കർത്താവിൽ ആശ്രയിക്കുവാൻ, കർത്താവ് നൽകിയ നിർദ്ദേശം അതുപോലെ പാലിക്കുവാൻ ലോത്തിന് സാധിക്കുന്നില്ല. ഒരപ്പൻ എന്ന നിലയിൽ ലോത്ത് 30-ാം തിരുവാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ലോത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ വലിയൊരു വീഴ്ച സംഭവിക്കുന്നുണ്ട്. 30-ാം തിരുവാക്യം നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിക്കാം. സോവാറിൽ പാർക്കാൻ ലോത്തിന് ഭയമായിരുന്നു. അതുകൊണ്ട് അവൻ തന്റെ 2 പെൺമക്കളോടും കൂടെ അവിടെ നിന്നും പുറത്തു കടന്ന് മലയിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ പാർത്തു. സോവാറിൽ പാർക്കാൻ ലോത്തിന് ഭയമായിരുന്നു. കർത്താവിന്റെ ദൂതന്മാരിലൂടെ കൃത്യം പറഞ്ഞതാണ് ആ ചെറു പട്ടണത്തിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു അനുവാദം. അത് ലോത്ത് ചോദിച്ചു വാങ്ങിയതാണ്. എന്നിട്ടും ആ ഒരു പട്ടണത്തിലേക്ക് പോകുവാനായിട്ട്, അവിടെ പാർക്കുവാനായിട്ട് ലോത്തിന് ഭയമായിരുന്നു. കർത്താവ് കൃത്യമായ ഗൈഡൻസ് നൽകി, നിർദ്ദേശം നൽകി. തന്റെ ഭാര്യ ഒരു മുന്നറിയിപ്പായിട്ട് ലോത്തിന്റെ മുൻപിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ടും കർത്താവിന്റെ വചനം പൂർണ്ണമായി പാലിക്കാൻ ഇവിടെ ലോത്തിന് സാധിക്കുന്നില്ല. എൻ്റെ പ്രിയ മാതാപിതാക്കളെ, നമുക്ക് ചിന്തിക്കാം. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഇവിടെ അതിന്റെ പിന്നിൽ ലോത്ത് എന്ന പിതാവിന്റെ കയ്യിൽ നിന്ന് വന്ന വലിയൊരു വീഴ്ച ഇതുപോലെ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ? നമ്മുടെ മക്കളുടെ ജീവിതത്തെ ഓർത്ത് നമ്മൾ വിഷമിക്കുമ്പോൾ, അവരുടെ ജീവിതത്തിൽ വരുന്ന സങ്കടപ്പെടുന്ന കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താം. ലോത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ കർത്താവിനോടുള്ള അനുസരണക്കേട്, കർത്താവിനോടുള്ള വിധേയത്വ കുറവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. അതുപോലെ വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമായിരുന്നു ലോത്തിന്റെ മക്കൾ വളർന്നു വന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടു, ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിലാണ് ലോത്ത് അബ്രാഹത്തിൽ നിന്ന് വേർപെട്ട് വേറെ താമസിക്കുന്നത്. ആ വേർപെട്ടു പോകുന്ന സമയത്ത് ലോത്ത് തന്നെ സ്വയം തെരഞ്ഞെടുത്തതായിരുന്നു സോതോമുമായി ബന്ധപ്പെട്ട പ്രദേശം. ആ സമയത്ത് തന്നെ 13-ാം അധ്യായത്തിൽ 13-ാം തിരുവാക്യത്തിൽ തന്നെ കർത്താവിന്റെ ആത്മാവ് അവിടെ കൃത്യമായിട്ടൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്താ തിരുവചനം പറയുന്നത്?
സോതോമിലെ ആളുകൾ സോതോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിന്റെ മുൻപിൽ മഹാപാപികളുമായിരുന്നു. ലോത്തും കുടുംബവും അങ്ങോട്ട് ചേക്കേറുന്ന ആ സമയത്തെ സോതോമിന്റെ അവസ്ഥയെക്കുറിച്ചാ കർത്താവിന്റെ വചനം പറയുന്നത്. ആ സമയത്ത് തന്നെ സോതോം അങ്ങനെ ആയിരുന്നുവെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാമായിരുന്നു. എങ്കിലും അവിടുത്തെ ആ ഒരു സമൃദ്ധിയെ മുന്നിൽ കണ്ടുകൊണ്ട് ലോത്തും കുടുംബവും ആ തിന്മ നിറഞ്ഞ സ്ഥലത്തേക്ക് അവിടേക്ക് താമസിക്കാനായി കടന്നു പോവുകയാണ്. തുടർന്ന് 18-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ 20-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം വീണ്ടും പറയുകയാണ്. കർത്താവ് പറഞ്ഞു, സോതോമിനും ഗൊമോറായ്ക്കും എതിരെയുള്ള മുറവിളി വളരെ വലുതാണ്. തുടർന്ന് 21-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് കർത്താവ് തുടരുകയാണ്, അവരുടെ പാപം ഗുരുതരവുമാണ്. അങ്ങനെ ഒത്തിരിയേറെ മുന്നറിയിപ്പുകൾ, താക്കീതുകൾ ഒക്കെ അവർക്കുണ്ടായിട്ടും സോതോം പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാ. ഗുരുതരമായ പാപാവസ്ഥയിലേക്ക് സോതോം എത്തുകയാണ്. അപ്പോഴാണ് കർത്താവ് സോതോം നഗരത്തിന്റെ മേൽ ആ ഒരു വലിയ വിധിയെ കൊണ്ടുവരുന്നത്. ആ വിധി, അതിനെ മുന്നറിയിപ്പ് നൽകാനായി ദൂതന്മാർ ലോത്തിന്റെ ഭവനത്തിലേക്ക് എത്തുകയാണ്. നീതിമാനായ കർത്താവ് കണ്ട ഒരേ ഒരു വ്യക്തി ലോത്തായിരുന്നു. ആ ഒരു കുടുംബത്തെ രക്ഷിക്കാൻ ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ ലോത്തിന്റെ ഭവനത്തിൽ ആയിരിക്കുമ്പോൾ പോലും സോതോം നിവാസികളുടെ ദുഷ്ടത കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 19-ാം അധ്യായം 4-ാം തിരുവാക്യത്തിൽ സോതോമിലെ നിവാസികൾ ലോത്തിന്റെ ഭവനത്തിൽ പറയുന്ന കാര്യമാണ് തിരുവചനം എഴുതി വെച്ചിരിക്കുന്നത്. എന്താ തിരുവചനം പറയുന്നേ? അവർ കിടക്കും മുൻപേ സോതോം നഗരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്ന് വീട് വളഞ്ഞു. ഇവിടെ ഇവർ വീട് വളഞ്ഞത് നല്ല കാര്യത്തിനൊന്നുമല്ല. അവർ ആ വന്ന ദൂതന്മാരുടെ കൂടെ പാപം ചെയ്യുവാനായിട്ട് ആ ഒരു ദുഷ്പ്രേരണയോട് കൂടിയാണ് നഗരവാസികൾ എല്ലാവരും കൂടെ അങ്ങോട്ട് കടന്നു വരുന്നത്. ആ ഒരു നഗരവാസികളുടെ ആക്രമണത്തിൽ നിന്ന്, സോതോമിലെ നഗരത്തിലെ ആൾക്കാരുടെ ദുഷ്ടതയിൽ നിന്നാണ് ഈ ദൂതന്മാർ ലോത്തിനെയും കുടുംബത്തെയും ഒക്കെ രക്ഷിക്കുന്നത്. എന്നാൽ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോത്തിന്റെ 2 പെൺമക്കൾ അവർ വളർന്നു വന്ന ആ സാഹചര്യത്തെ കുറിച്ചാണ്. അവരുടെ കൂട്ടുകാർ അല്ലെങ്കിൽ അവർ സഹവസിക്കുന്നവർ അവർ എത്രമാത്രം ദുഷ്ടതയിൽ, പാപത്തിൽ അധപതിച്ചവരായിരുന്നു എന്ന് തിരുവചനം നമുക്ക് വ്യക്തമാക്കി തന്നു കഴിഞ്ഞു. ഇത്രയേറെ ദുഷ്ടതയുടെ ഇടയിൽ കടക്കുമ്പോൾ, അവിടെ വ്യാപരിക്കുമ്പോൾ, അതിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വേറിട്ട് നിൽക്കാൻ സാധിക്കണമെങ്കിൽ കർത്താവിന്റെ കൃപയിൽ അത്രയേറെ മുന്നിട്ട് നിൽക്കുന്നവരാകണം. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ തിന്മ നമ്മെ സ്വാധീനിക്കുക തന്നെ ചെയ്യും. നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു വരാം. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അവിടെ 33-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് എന്താ നമുക്ക് പറഞ്ഞു തരുന്നത്? അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും. അധമമായ സംസർഗം, തെറ്റായ ഇടപെടലുകൾ, ഇടക്കൂട്ടുകെട്ടുകൾ, അത് സദാചാരങ്ങളെ, നമ്മുടെ നല്ല സ്വഭാവത്തെ, നമ്മുടെ വ്യക്തിത്വത്തെ ദുഷിപ്പിക്കുമെന്ന് പൗലോസ്ലീഹ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സുഭാഷിത പുസ്തകങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ 13-ാം അധ്യായം 20-ാം തിരുവാക്യത്തിൽ തിരുവചനം എന്താ പറയുന്നത്? വിവേകികളോടുള്ള സംസർഗം ചെയ്യുന്നവൻ വിവേകിയായി തീരുന്നു, ഭോഷരുമായി കൂട്ടുകൂടുന്നവന് ഉപദ്രവം നേരിടും. വിവേകികളോട് കൂടെ നമ്മൾ സഹവർത്തിക്കുകയാണെങ്കിൽ, അവരോട് ഇടപെട്ട് നമ്മൾ മുന്നേറുകയാണെങ്കിൽ അവർ വിവേകികളായി തീരുമെന്നാ പറയുന്നേ. അവിടെ ഒരു ഇമ്പാർട്ടേഷൻ നടക്കുമെന്ന് തന്നെയാ പറയുന്നേ. ഭോഷന്മാരായവരോട്, തിന്മ നിറഞ്ഞവരോട്, കർത്താവിനെതിരെ പ്രവർത്തിക്കുന്നവരോട്, പാപികളോട് നമ്മൾ സഹവർത്തിച്ചു വരുമ്പോൾ അതിന്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന തിരുവചനം താക്കീത് നൽകുന്നത്. ഇതിന്റെ പൂർണ്ണമായ തെളിവായിരുന്നു ലോത്തിന്റെ 2 മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇത്രയും തെറ്റായ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്താൻ കാരണം അവർ വളർന്നു വന്ന സാഹചര്യങ്ങളായിരുന്നു. അവിടെ അവർക്കൊന്നും തെറ്റായിരുന്നില്ല. ഈ പറയുന്നതൊന്നും അവർക്ക് തെറ്റായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ദുഷിച്ച തീരുമാനത്തിലേക്ക് ആ പെൺകുഞ്ഞുങ്ങൾ എത്തുകയാണ്. അധമമായ സംസർഗം അവരെ തെറ്റിലേക്ക് വഴി നടത്തി എന്ന് വേണം നമ്മൾ പറയുവാനായിട്ട്. തുടർന്ന് സങ്കീർത്തന പുസ്തകങ്ങൾ അത് ആരംഭിക്കുന്ന അധ്യായത്തിൽ തന്നെ 1-ാം അധ്യായം 1-ാം തിരുവാക്യത്തിൽ കർത്താവിന്റെ ആത്മാവ് എന്താ പറയുന്നത്?
ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങൾ ഇരിക്കുകയോ ചെയ്യാത്തവൻ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. സങ്കീർത്തനങ്ങൾ ആരംഭിക്കുന്ന വചനമാണ്. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുക, പാപികളുടെ വഴിയിൽ വ്യാപരിക്കുക, പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുക. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ പ്രിയമുള്ളവരെ? തെറ്റ് ചെയ്യുന്നവരുടെ, കുറ്റപ്പെടുത്തുന്നവരുടെ, പാപമാർഗത്തിൽ മുന്നേറുന്നവരുടെ കൂടെ ആയിരിക്കാൻ പോലും കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താ? നമ്മൾ കേട്ടു, ആ സംസർഗം അവരോട് കൂടെ ആയിരിക്കുമ്പോൾ, വിവേകികളോട് കൂടെ ആയിരിക്കുമ്പോൾ വിവേകത്തോടെ ആയി തീരുന്നുവെങ്കിൽ, തെറ്റ് ചെയ്യുന്നവരോട് കൂടെ ആയിരിക്കുമ്പോൾ, പരിഹസിക്കുന്നവരുടെ കൂടെ ആയിരിക്കുമ്പോൾ, ദുഷ്ടരുടെ കൂടെ, പാപികളുടെ കൂടെ ആയിരിക്കുമ്പോൾ നാം എന്തായിട്ടാണ് തീരുക എന്ന് നമ്മൾ ചിന്തിക്കുക. നാം ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളായിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. കർത്താവ് ആഗ്രഹിക്കുന്ന കൂട്ടുകെട്ടുകളിലാണോ അവരുള്ളത്? അവരുടെ സംസർഗം അവർക്ക് നന്മയായിട്ടാണോ തിന്മയായിട്ടാണോ തീരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ ലോത്തിന്റെ മക്കൾ, അവർ വളർന്ന അതേ സാഹചര്യത്തിലായിരുന്നു ലോത്തും ഉണ്ടായിരുന്നത്. പക്ഷെ ലോത്തിനെ കർത്താവ് നീതിമാൻ എന്നാ വിളിച്ചത്. പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അവിടെ 2-ാം അധ്യായം 7-8 തിരുവാക്യങ്ങളിൽ പത്രോസ്ലീഹ ലോത്തിനെ കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. ദുഷ്ടരുടെ ദുർവൃത്തി മൂലം വളരെ വേദന സഹിച്ച നീതിമാനായ ലോത്തിനെ അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചു. അവരുടെ മധ്യേ ജീവിച്ച ആ നീതിമാൻ അവരുടെ ദുഷ്പ്രവൃത്തികൾ അനുദിനം കാണുകയും കേൾക്കുകയും ചെയ്തു. അത് അവന്റെ നീതിബോധമുള്ള മനസ്സിനെ പീഡിപ്പിച്ചു. ഇവിടെ നമ്മൾ കണ്ടു, ലോത്തും ലോത്തിന്റെ മക്കളും ഒരേ സ്ഥലത്ത് താമസിച്ചിരുന്നേ. എന്നാൽ തങ്ങൾ ജീവിച്ച ആ അവസ്ഥയിൽ ലോത്തിന്റെ മക്കൾ അവരോട് ഇടകലർന്ന് ചേരുകയാണ്. ലോത്ത് അതിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ലോത്തിനെ കർത്താവ് നീതിമാനായി കണക്കാക്കുന്നത്. ഒത്തിരിയേറെ കഷ്ടതകൾ സഹിക്കേണ്ടി വന്നു, ഒത്തിരിയേറെ ഒറ്റപ്പെടുത്തുകൾ ഒക്കെ നേരിടേണ്ടി വന്നു. പക്ഷെ ലോത്ത് അവിടെ പിടിച്ചു നിന്നു. അവരുടെ ദുഷ്ടതയ്ക്ക് ലോത്ത് കീഴടങ്ങിയതായി നമ്മൾ കാണുന്നില്ല. ഇത് തന്നെയാണ് നോഹയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് നോഹയുടെ ആ കാലത്തെ കുറിച്ച്. 6-ാം അധ്യായം അവിടെ 6-ാം തിരുവാക്യത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു, അതവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ഇത്രയേറെ കർത്താവിനെ വേദനിപ്പിച്ച ആ ഒരു ലോകം, ആ ഒരു മനുഷ്യരുടെ കൂട്ടായ്മ, അതിനിടയിൽ 8-ാം തിരുവാക്യത്തിൽ കർത്താവ് എടുത്തു പറയുകയാണ്, എന്നാൽ നോഹ കർത്താവിന്റെ പ്രീതിക്ക് പാത്രമായി. എല്ലാ മനുഷ്യരും ദുഷ്ടതയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയം. എന്നാൽ അതിനിടയിൽ നോഹ കർത്താവിന്റെ പ്രീതിക്ക് പാത്രമാവുകയാ. അവൻ വില കൊടുത്ത് കർത്താവിനെ പ്രീതിപ്പെടുത്താനായിട്ട് പ്രയത്നിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് അവനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി അവൻ അനുസരിക്കുന്നുണ്ട്. ചുറ്റുപാടും സാഹചര്യം മുഴുവൻ അവനെതിരാണ്. എന്നാലും നോഹ കർത്താവിന്റെ പ്രീതിക്ക് പാത്രമാവുകയാ. ദുഷ്ടത നിറഞ്ഞ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമുക്ക് ചോയ്സ് ഉണ്ട് പ്രിയമുള്ളവരെ. ഇവിടെ ലോത്തിന്റെ മക്കൾ അവർ ലോകത്തിന് അനുരൂപരായി തീർന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരുടെ തീരുമാനങ്ങളിൽ തങ്ങളുടെ ചായ്വ് എങ്ങോട്ടാണെന്ന് അവർ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. എന്നാൽ ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു നോഹയും നോഹയുടെ മക്കളും. അവർ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരായിട്ട് നിൽക്കുകയാ. തിന്മ നിറഞ്ഞ ലോകത്തിലാണ് നമ്മളെങ്കിലും നമ്മളെ സഹവർത്തിത്വങ്ങൾ എങ്ങോട്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ചായ്വ് എങ്ങോട്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മാത്രമല്ല, മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ മക്കൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ഉത്തരവാദിത്വം നമുക്കാണുള്ളത്. പ്രിയമുള്ളവരെ, നാം ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മൾ ഇടപഴകുന്നവർ, അവർക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രാധാന്യമുണ്ടെന്ന ലോത്തിന്റെ 2 പെൺകുഞ്ഞുങ്ങളും ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നമ്മുടെ ഈ ശുശ്രൂഷയുടെ അവസാനത്തിലേക്ക് കടന്നു വരാം. സുഭാഷിത പുസ്തകങ്ങൾ അവിടെ 4-ാം അധ്യായം 23-ാം തിരുവാക്യത്തിൽ കർത്താവിന്റെ ഒരു ആഹ്വാനമുണ്ട്. നിന്റെ ഹൃദയത്തെ, കർത്താവ് പറയുകയാണ്, നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക. ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക. ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. നമ്മുടെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക.
നമ്മുടെ ഹൃദയത്തെ എന്തെല്ലാമാണ് സ്വാധീനിക്കുന്നതെന്ന് ജാഗരൂകതയോടെ നമ്മൾ ആയിരിക്കണം. നമ്മൾ അതിന് ശ്രദ്ധ കൊടുക്കുന്നവരായിരിക്കണം. കാരണം എന്താ? ജീവന്റെ ഉറവകൾ ഒഴുകുന്നത് ഹൃദയത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ്. അതിൽ നിന്നാണ് നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നത്. ലോത്തിന്റെ ഈ മക്കളെ പോലെ ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പറ്റുന്നത്, അങ്ങനെ ആയിത്തീരുന്നത് ആ ഹൃദയത്തെ ജാഗരൂകതയോടെ സൂക്ഷിക്കാതെ വരുമ്പോഴാണ്. കർത്താവിന്റെ ഈ വചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാൻ പ്രിയമുള്ളവരെ. നമ്മുടെ ഈ ലോകയാത്രയില് നമ്മുടെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുന്നവരായിട്ട്, കർത്താവിന് വേണ്ടി, കർത്താവിന്റെ നിയമങ്ങൾക്ക് വേണ്ടി വേർപെടുത്തി നിർത്തുന്നവരായിട്ട് നമുക്ക് മാറാം. ലോത്തിന്റെ മക്കൾ നൽകുന്ന പാഠത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാം. കർത്താവിന്റെ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ നന്ദി പറയുകയാണ്. അങ്ങ് നൽകുന്ന മുന്നറിയിപ്പുകൾക്കായിട്ട്, താക്കീതുകൾക്കായിട്ട് കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് നൽകുന്ന ആഹ്വാനങ്ങളെ സ്വീകരിക്കുവാൻ, അതിനനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ, അങ്ങനെ ഹൃദയത്തെ ജാഗരൂകതയോടെ സൂക്ഷിക്കുന്നവരായി മാറുവാൻ കർത്താവെ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ സിയോൻ ലോകയാത്രയിൽ കർത്താവെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഹല്ലേലൂയ. സിയോൻ യാത്രയത് മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഈ ലോകയാത്രയിൽ ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. ഞങ്ങളെ വഴി നടത്തുന്ന അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. കർത്താവേ, ലോകമോഹങ്ങളിൽ നിന്ന് അകന്നു ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അങ്ങേക്ക് വേണ്ടി ഹൃദയത്തെ സൂക്ഷിക്കുന്നവരായി മാറുവാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ലോകത്തിലാശ്രയമേ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിലാശ്രയമേ അത് ഒന്നെനിക്കാശ്രയമേ. ഞങ്ങൾ ഏറ്റു പറയുന്ന ഈശോയെ. ലോകത്തിലാശ്രയമേ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിലാശ്രയമേ അത് ഒന്നെനിക്കാശ്രയമേ. ഹല്ലേലൂയ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. ഹല്ലേലൂയ. യാത്രയത് മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഈശോ. സിയോൻ യാത്രയത് മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഹല്ലേലൂയ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. ഈശോയെ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ ഈ യാത്രയിൽ, വിശ്വാസ യാത്രയിൽ കർത്താവേ, അങ്ങ് ഞങ്ങളോടൊപ്പമുള്ള, ഞങ്ങളെ കരുതിക്കൊണ്ട്, ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, വഴി നടത്തിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ നടക്കുന്ന അങ്ങയുടെ വലിയ കരുണയെ ഓർത്ത് ഞങ്ങൾ ഒന്ന് ചേർന്ന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലോത്തിന്റെ മക്കള് നമുക്ക് നൽകിയ മുന്നറിയിപ്പിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. അങ്ങനെ കർത്താവിനോടൊപ്പമുള്ള യാത്രയിൽ നമുക്ക് ദീർഘദൂരം മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9452199811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്,
പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.